ഇറ്റ്സ് മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ അല്ല, ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ വീഡിയോസും നമുക്ക് ചെറുതായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞാവയുടെ കല്യാണ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും കല്യാണ സാരി എടുക്കാൻ പോകുന്ന കല്യാണ പെണ്ണും. അപ്പോൾ ഇപ്പം നമ്മൾ തിരുവല്ലയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ടൈം ഇപ്പോൾ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പെണ്ണും ചെക്കനും ഒക്കെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചെക്ക ഇങ്ങോട്ട് വാ. അതാ ചെക്ക. അപ്പോൾ 2 പിഞ്ച് പൈതലിനെ ആയിട്ട് ഞാനാണ് ഇവരെ ഗൈഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേച്ചി പറയുന്നത് കേട്ടിട്ട് ചേച്ചിയുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് തിരുവല്ലയിലുള്ള മഹാലക്ഷ്മി സിൽക്സ് ആണ് കേട്ടോ. ഒരുപാട് റെഫറൻസ് ഒക്കെ എടുത്ത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ വെഡ്ഡിങ് സാരി പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മോ ഒന്നും പറയാനില്ല, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഒരുപാട് ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ കേട്ടോ. നമ്മൾ ടിഷ്യൂ സിൽക്ക് സാരീസിനാണ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെഫറൻസ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതും അവർ കാണിച്ചതും. ആ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് അവർ നല്ല രീതിയിലുള്ള കളക്ഷൻസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സാരീസും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. നമ്മൾ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ എലഗൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. ടിഷ്യൂ സിൽക്കിൽ തന്നെ ഇത്ര വെറൈറ്റി കളക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പോസ്റ്റ് അല്ലെങ്കിൽ ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാം സിമിലർ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല. ഇതിൽ ഓരോന്നിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കുറച്ചധികം റെഫറൻസുമായിട്ടാണ് വന്നത്. ഇവിടെ വന്ന് ഇതിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് റെഫറൻസൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാനാണ് തോന്നിയത്. കാരണം അത്ര അടിപൊളി കളക്ഷൻസാണ് അവർ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടിരുന്നത്. ഏതെടുക്കണം? ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ? അയ്യോ എൻ്റെ അമ്മേ, എനിക്ക് ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സാരിയായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മളൊരു മയിൽപ്പീലി ഷെയ്ഡ് എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു എക്സാക്ട് കോംബോ ആണ് കേട്ടോ ഈ സാരിക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും ഈ കളർ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ഇതൊരു 20K ബിലോ റേഞ്ചിലാണ് കേട്ടോ അവിടെ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വണ്ടർ അടുപ്പിച്ചത്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വെഡ്ഡിങ് സാരി പർച്ചേസിങ്ങിന് ഈ ഒരു കളർ കോംബോ നോക്കി പോയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാത്തത് കൊണ്ട് മാത്രം വേറെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് വന്നതായിട്ട് എനിക്കറിയാം. ഫൈനലി നമ്മുടെ സാരി സെറ്റിംഗ് പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ലോഡ് സാരീസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു റെഡ് കണ്ട്, ഇത് ഭയങ്കര എലഗൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും നമ്മൾ അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു ഷെയ്ഡ് നോക്കിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഓരോന്നും സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അയ്യോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ കൂട്ടത്തിലൊരെണ്ണം എടുത്തിട്ടുണ്ട്. അതേതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടിഷ്യൂ സിൽക്കിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നതെങ്കിലും നമ്മൾ വേറെ കളർ ചോയ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാലും എത്ര നല്ല ഡ്രസ്സ് കാണിച്ചു കൊടുത്താലും അതൊന്നും മനസ്സിന് പിടിക്കാതെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ അനിയത്തി. വെഡ്ഡിങ് സാരി എടുക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചലഞ്ചും അത് തന്നെയാണ് കേട്ടോ. ഇവളെ എങ്ങനെ തൃപ്തിപ്പെടുത്തിയ ഒരു സാരി എടുത്തിട്ട് വരാം എന്നുള്ളതായിരുന്നു എൻ്റെ ചലഞ്ച് അവിടെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സാരി എടുത്ത് കഴിഞ്ഞ് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കി അതൊന്നും എടുക്കേണ്ട താമസം. ഒരു ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് സാരി സെക്ഷനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ അങ്ങോട്ട് കളേർഡ് സാരീസാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷെ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര അങ്ങോട്ട് എലഗൻസ് ഇല്ലാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പിങ്ക് സാരി, അയ്യോ അടിപൊളി സാരി ആയിരുന്നു കേട്ടോ. പക്ഷെ അവളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. ഇതിന്ന് കിഡിൽ ഒരു സാരി പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ബ്രൈഡ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ? നോക്ക്, ഇഷ്ടപ്പെട്ടോ?
ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണവാള ചെക്കനെയാണ്. കണ്ടു നോക്കൂ. സൈനിങ് ഓഫ് ആയിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ സാരി സെക്ഷനിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തിട്ട് അടുത്ത ഏത് സെക്ഷനിലോട്ട് പോകണം എന്നാലോചിച്ച് നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് അവരിതാ കോഫി കൊണ്ട് തന്നത്. അപ്പോൾ കോഫിയും കുടിച്ചിട്ട് അവിടെ നിന്ന് ചിന്തിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അത് ഇവിടുന്ന് സ്യൂട്ടായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് കേട്ടോ റിസപ്ഷൻ കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി വെയർ ഡ്രസ്സസ് ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ആദ്യം റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ലെഹൻഗാസ്, ഗൗൺസ് അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കളർ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അത് കാരണം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഏകദേശം സിമിലർ ആയിരുന്നു ഇതിൻ്റെ തന്നെ. അപ്പോൾ ചെറിയൊരു കളർ ഷെയ്ഡ് ഡിഫറൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറയാതെ തന്നെ അവിടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോവാണ് ഉണ്ടായിരുന്നത്. മെറ്റീരിയൽ എടുത്തിട്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ഡിസൈനർ മെറ്റീരിയൽ കണ്ടോ, ഈ ഒരു സെക്ഷനിലേക്ക് വന്നതും എൻ്റെ കണ്ണിൽ ഫസ്റ്റ് ഇടക്കിയത് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത് ഭയങ്കര ഗ്ലിറ്ററിയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് തിളങ്ങിക്കൊണ്ടിരിക്കുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് മെറ്റീരിയൽസിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കളർ ഓപ്ഷൻസിലും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു മെറ്റീരിയൽസ്. ഏതൊക്കെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം ഓർക്കുന്നത്. നമ്മളിതുവരെ കല്യാണ ചെക്കനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല ഗായ്സ്. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് നിർത്തിട്ട് കല്യാണ ചെക്കനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലോട്ട് പോവാം. നമ്മളിത് ആ ഒരു സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ബ്രൈഡിനും ഗ്രൂമിനുള്ള ഒരു അടിപൊളി ഡ്രസ്സ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കണാതി ഉടക്കിയത് ആ പിങ്ക് കളർ ലെഹങ്കയിലാണ്. അടിപൊളി രസമായിരുന്നു അത് കാണാൻ. പണ്ടൊക്കെ ഈ ഹിന്ദു വെഡ്ഡിങ്ങിൽ ഈ ഗ്രൂമിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് മുണ്ട്, ഷർട്ട്, ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കുർത്താസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടോളൂ, നല്ല സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല ഗ്ലിറ്ററി ടൈപ്പുള്ള കുർത്താസ് ഉണ്ടായിരുന്നു. പിന്നെ എംബ്രോയ്ഡറി ടൈപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും സജഷൻ പ്രകാരം നമ്മുടെ കല്യാണച്ചക്ക് ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരന് ഷർട്ടിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, കുർത്ത മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുർത്താസിൽ കുറേ കളക്ഷൻസ് ഒക്കെ നോക്കി. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി മാറി ഇവിടെ വന്നിരിപ്പുണ്ട്. എന്തായിന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോയിരിക്കുകയാണ്. അതായത് കുർത്ത നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഇഷ്ടത്തിനുള്ള എന്ന് വെച്ചാൽ അവിടെ മെറ്റീരിയൽസിൻ്റെ ഒരു ലോഡ് കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ കിടുക്കൻ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ ഇവർ തന്നെ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയൊന്നുമില്ല, ഇനി നേരെ വീട്ടിലോട്ട് പോകണം. കാരണം രാവിലെ ഇവിടെ വന്ന് കയറിയതാണ്. ഇപ്പം ടൈം ഏകദേശം ഒരു 4:30-5 മണിയോടാകാറായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയോടെ നമ്മളുടെ വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.